ടോണി അച്ചായൻ ഒരു പൂലോ ഉടായ്പാണോ? സീക്രട്ട് ഏജന്റ് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് സഹായം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ അറിയുന്നത് 3 ദിവസം മുന്നേ അച്ഛൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്കൊരു വീട് പണി തീരാത്തൊരു വീടുണ്ട്. ആ വീട് പൂർത്തിയാക്കാൻ വേണ്ടി പൈസ കുറച്ച് കൊടുത്തു. അതേപോലെ സാധനങ്ങളും പൈസ കൊടുത്തു പറഞ്ഞു. ഞാൻ അവിടെ ഈ സാധനങ്ങളും അവർക്ക് പൈസ കൊടുത്ത സമയത്തൊന്നും അവർ പറഞ്ഞിട്ടില്ല. അച്ഛൻ വന്ന കാര്യമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അത് അവരെന്നെ മറച്ചു വെച്ച കാര്യം. അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം പറഞ്ഞാൽ ഈ ഒരു വീട് ഫുള്ളായിട്ട് അച്ഛനാണ് പണിത് കൊടുത്തത്. ഈ ഒരു വീട് ഫുള്ളായിട്ട് പണിത് കൊടുത്തത് അച്ഛനല്ല. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ സത്യസന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സ്ഥലത്ത് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീട് എന്ന് പറഞ്ഞാൽ പൂർത്തിയായിട്ടില്ല. 4 ലക്ഷം രൂപയ്ക്ക് എന്തായാലും പൂർത്തിയാവാത്ത വീടാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഈ അച്ഛനും അമ്മയും കിട്ടിയത് പൂർത്തിയാവാത്ത വീടാണ്. അപ്പോൾ ഈ ഒരു വീട് പൂർത്തിയാവാത്ത സാഹചര്യത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചതുപോലെ അച്ഛൻ മെസ്സേജ് പലർക്കും മെസ്സേജ് പഞ്ചായത്തിലും പറഞ്ഞു. പക്ഷേ ആരും മൈൻഡ് ചെയ്തില്ല. ആ സമയത്താണ് അച്ഛൻ വരുന്നത്. മൊത്തം ടോട്ടൽ 4 ലക്ഷം രൂപ കൊടുക്കുന്നത്. 3 ലക്ഷം രൂപ കോൺട്രാക്ട് പണി ചെയ്യാൻ വേണ്ടിയുള്ള ആളുടെ കയ്യിൽ, 1.5 ലക്ഷം രൂപ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നത്. ടോട്ടൽ 4 ലക്ഷം രൂപ. അങ്ങനെ ആ ഒരു പൈസ കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു വീട് പൂർത്തിയായിട്ടുള്ളത്. ഇപ്പോൾ പഞ്ചായത്തിൽ കിട്ടിയ 4 ലക്ഷം, അച്ഛൻ കൊടുത്ത 4 ലക്ഷം രൂപ കൊണ്ട് മാത്രമാണ് ഈ ഒരു വീട് പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നു 8 ലക്ഷം രൂപയ്ക്ക് പണിഞ്ഞ വീടാണ്. ഒരിക്കലും അല്ല. കൂടി വന്ന 4-5 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഒരിക്കലും ആവത്തില്ല വീട്. അപ്പോൾ ടോണി അച്ചാൻ ഈ പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ സത്യമായിരിക്കും. കാരണം അമ്മാമ്മയും അപ്പാപ്പനും ആ അച്ഛനും അമ്മയും ആദ്യം കിട്ടിയ പൈസ 4 ലക്ഷം രൂപയോളം പഞ്ചായത്തിന് കിട്ടിയ പൈസയോളം 3/4 ഭാഗത്തോളം ചെയ്തിട്ട് അവിടെ ഇട്ടുന്ന ആ പൈസ കുറച്ചൊക്കെ അവർ മറ്റു കാര്യങ്ങൾക്ക് എടുത്താണ്. എൻ്റെ ഒരു വ്യക്തിപരമായ നിലപാടാണ്. ബാക്കി പൈസ അങ്ങനെ ഇട്ടപ്പോഴാണ് അച്ചായൻ വരികയും അച്ചായൻ ഇപ്പം പ്രൊഡക്ഷൻ കഴിഞ്ഞപ്പോൾ പൈസ ചിലവാക്കിയൊക്കെ ചെയ്തത്. അപ്പം അവരുടെ കയ്യിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പൈസ അങ്ങോട്ട് വരും. അച്ചായൻ 4 ലക്ഷം കൊടുക്കുന്നത് കറക്റ്റ് കാര്യമാണ്. ലൈഫ് ലൈനിൻ്റെ കയ്യിൽ നിന്ന് ഈ പദ്ധതി കിട്ടിയെന്നും പറയുന്നത് കറക്റ്റാണ്. അതിലെ പൈസ അവരെങ്ങനെ ആ വീടിന് തന്നെ വിനിയോഗിച്ചോ എന്നുള്ളതാണ് നമുക്ക് ചെയ്യുന്നത്. 3 ലക്ഷം രൂപ പണിക്കാരന് കൊടുത്തു പറഞ്ഞ് നേരിട്ട് കൊടുത്തു പറഞ്ഞ് അത് നമുക്ക് ഓക്കെ പറയാം. ബാക്കിയെല്ലാം അവരുടെ കയ്യിലാണ്, അച്ഛൻ്റെ അമ്മയുടെ കയ്യിലും കിട്ടിയാണ്. അപ്പോൾ സീക്രട്ട് ഏജൻസി പറയുന്ന പോലെ അദ്ദേഹം ഒന്ന് പരിശോധിക്കണമായിരുന്നു കറക്റ്റായിട്ട്. അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് അദ്ദേഹത്തിനെ വ്യക്തിപരമായി ആക്ഷേപിച്ച ആ 2 വീഡിയോകളും തെറ്റാണെന്ന് എൻ്റെ അഭിപ്രായം. അച്ചായൻ സത്യസന്ധമാണെന്നാണ് എൻ്റെ ഒരു നിലപാട്. പക്ഷേ അച്ചായന് പറ്റിയ അവസ്ഥ അച്ചായൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വേണം. കാരണം ഈ പൈസ അവരെങ്ങനെ ചെയ്തു, എന്തായാലും അവരുടെ വ്യക്തിപരമായ ആവശ്യത്തിന് എടുത്താലും അല്ലെങ്കിൽ ആ വീടിന് തന്നെ ചെയ്താലും അത് അത്രയും പാവങ്ങൾ ഒരു കാലില്ലാത്തൊരു അച്ഛനൊക്കെയാണ്, അവർക്കത് ഉപകാരപ്പെടുത്തുകയുള്ളൂ. ഞാൻ വേറൊന്നുകൊണ്ട് പറഞ്ഞതല്ല. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ സീക്രട്ട് ഏജൻറ്റ് ഇത്രയും നല്ല 40 വീഡിയോ ഒരാളെക്കുറിച്ച് ഇങ്ങനെ ആക്ഷേപിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ വരുന്നു.